പാലക്കാട് നഗരസഭ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ബയോ മൈനിംഗ് പ്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ മെയ് 31-നകം പൂർത്തീകരിക്കാനാകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. കൂട്ടുപാതയിലെ നഗരസഭ മാലിന്യ പ്ലാന്റിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികൾ നേരിട്ടെത്തി വിലയിരുത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 20 ഇത്തരത്തിൽ മാലിന്യം നീക്കം നടത്തുന്നുണ്ടെന്നും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ വലിയ മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും മന്ത്രി എം. രാജേഷ് പറഞ്ഞു. ഗുരുവായൂരിലെ ശവക്കോട്ട എന്നറിയപ്പെടുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് പൂങ്കാവനമായതുപോലെ കുപ്പക്കാട് എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിനും മാറ്റം വരും. മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാനാവും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് എന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം പതിറ്റാണ്ടുകളായിട്ട് കുമിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു. അത് നീക്കം ചെയ്ത് വീണ്ടെടുത്തു. ബ്രഹ്മപുരം, പഴയ ബ്രഹ്മപുരം അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 60% അവിടെ ബയോമൈനിങ് കഴിഞ്ഞു. 100 ഏക്കറയിലാണ്. 60% കഴിഞ്ഞു. മാത്രമല്ല CBG പ്ലാന്റിൻ്റെ ഉദ്ഘാടനം മാർച്ചിൽ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 20 ഡം സൈറ്റുകൾ കൂടി ഇതുപോലെ നീക്കം ചെയ്യുന്ന ബയോ റെമഡിയേഷൻ നടത്തുന്ന ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് പാലക്കാട്. ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കുപ്പക്കാട് എന്നാണ്, അല്ലേ? കുപ്പക്കാട് എന്ന് അറിയപ്പെട്ട സ്ഥലമാണ്. അത് അവിടെയാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത്. നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് 31 മെയ് ആവുമ്പോഴേക്കും ഇത് ബയോമൈനിങ് പൂർത്തിയാക്കാൻ പറ്റും. ഈ സ്ഥലം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാനാവും. ഇപ്പോൾ ഗുരുവായൂരിലെ മാലിന്യക്കൂന, ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ശവക്കോട്ട എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പൂങ്കാവനമായി മാറി. ഇപ്പോൾ കേരളത്തിലാകെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആണ് ഈ മാറ്റത്തിന് നിദാനമായിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ്, LSGD ജോയിന്റ് ഡയറക്ടർ MK ഉഷ, നവകേരള മിഷൻ കോർഡിനേറ്റർ സെയ്ദലവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, സംസ്ഥാന വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ജീവനക്കാരായ ശില്പ, സീന പ്രഭാകർ, ഡോക്ടർ അനിത, മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.